ഗൾഫ് രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൻ്റെ വേദിയിൽ ആദരിക്കപ്പെട്ടത്. തുടർച്ചയായി 2ാം വർഷമാണ് മീഡിയ വൺ ഇത്തരമൊരു വേദി ഒരുക്കുന്നത്. UAE നടന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി. കഠിനാധ്വാനം കൈമുതലാക്കി നേടിയ വിജയത്തിൻ്റെ നെറുകയിൽ വിദ്യാർത്ഥികൾ. സാക്ഷാത്കാരത്തിൻ്റെ സംതൃപ്തിയിൽ രക്ഷിതാക്കൾ. മീഡിയ വൺ UAEയിൽ സംഘടിപ്പിച്ച മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരദാന ചടങ്ങ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സ് നിറച്ച പരിപാടിയായി മാറി. I felt so proud, especially for my parents. It would be ecstatic to know that I'm on stage receiving this award, and I am forever grateful for this award. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തിന്, എന്നിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു മൂമെൻ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ദുബൈ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് ദുബൈ അക്കാഡമിക് സിറ്റിയിലെ സ്റ്റഡി വേൾഡ് ക്യാമ്പസിൽ നടന്ന ആദ്യ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാർത്ഥികളെ ആദരിക്കാൻ മീഡിയ വൺ കാണിക്കുന്ന സന്നദ്ധതയും UAEയിലെ തൊഴിലവസരങ്ങളും എടുത്തു പറഞ്ഞു അദ്ദേഹം. I congratulate and commend Media One for taking this annual initiative. You were telling me this is the 2nd year and more to come to recognize toppers across UAE and across the Gulf region. As we all know, there is a huge Indian community residing in UAE, and about 200,000 kids study in CBSE and other curriculum schools. And it is very important that talent is recognized, their hard work and dedication is recognized and given the due encouragement. So this will act as an important motivation point for them for achieving more in the future, and for other students to try and do even better. വിദ്യാർത്ഥികളുടെ കഴിവുകൾ അംഗീകരിക്കാൻ വേദി ഉണ്ടാകുന്നത് ചെറിയ കാര്യമല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ചടങ്ങിനെത്തിയ അതിഥികൾ. ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വേണ്ട എന്ന് വെച്ച് നമുക്കൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് ഒരു ഗെയിം കളിക്കാം, നമുക്ക് ആ സമയത്ത് വാട്സാപ്പിൽ കുത്തിയിരിക്കാം, ഇൻസ്റ്റഗ്രാമിൽ പോവാം, റീലുകൾ കാണാം എന്നൊക്കെ പറയുന്ന ഒരു 1000 ഓപ്ഷനുള്ള കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ആ സ്ഥലത്ത് തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നതെന്നും കൂടി ആലോചിക്കണം. കാരണം നമുക്കൊക്കെ ഒരു ബുക്ക് തുറന്നു വെച്ചാണ് പഠിക്കുന്നത്, ഇവർ കൂടുതലും ഡിജിറ്റൽ വേൾഡിലാണ് പഠിക്കുന്നത്, അവരുടെ ഒരു ഐപാഡ് വെച്ചിട്ടൊക്കെയാണ് അവർ കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു സ്ഥലത്ത് നിന്ന് അതെല്ലാം വേണ്ടെന്ന് വെച്ച് പഠിച്ച് മുന്നേറി വന്ന ആൾക്കാരെ നമ്മളൊരു വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നത് തീർച്ചയായും വേണ്ട ഒരു കാര്യമാണ്. അത് മീഡിയ വൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനൊരു വേദി ഉള്ളത് വലിയ കാര്യം. I think it's absolutely wonderful. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഇതുപോലെ തന്നെ UAEയിൽ ജനിച്ച് വളർന്ന് പഠിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തൊരു പ്ലേസാണ് UAE. അപ്പം അറ്റ്ലീസ്റ്റ് when I was studying ഇതുപോലെ ഒരു ഫെലിസിറ്റേഷൻ, കാരണം ഈ ഒരു ലെവലിലുള്ളൊരു ഫെലിസിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് I think it's absolutely wonderful. മീഡിയ വൺ പോലെ ഇത്രയും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചാനൽ ഇത് ഏറ്റെടുത്ത് ടേക്കിംഗ് ഇറ്റ് ഓൺ ആൻഡ് മേക്കിംഗ് ഇറ്റ് എ ഗ്രാൻഡ് തിങ്. ഈ സ്റ്റുഡൻസിനും പേരൻസിനും അത് തീർച്ചയായിട്ടും ഒരു വലിയ എൻകറേജ്മെൻ്റ് ആണ്. പുരസ്കാര നേട്ടത്തിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. പിന്തുണ നൽകിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ അവാർഡ് സ്വീകരിക്കാനായതിൻ്റെ സന്തോഷം നിറഞ്ഞു നിന്നു അവരുടെ വാക്കുകളിൽ. ഉമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഉപ്പയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഉമ്മ പിന്നെ എന്നും മീഡിയ വൺ കാണുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ മീഡിയ വണ്ണിൽ നിന്ന് അവാർഡ് കിട്ടുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ Parents feel happy that I've received the award, and they're also very happy to see me on stage getting the award itself. Yeah, they're very ecstatic. രക്ഷിതാക്കൾക്കുമുണ്ടായിരുന്നു പറയാനേറെ. സ്വന്തം മക്കളുടെ സമർപ്പണത്തെക്കുറിച്ചും അവരുടെ വിജയത്തിന് വേദിയൊരുക്കിയ മീഡിയ വണ്ണിനെ കുറിച്ചുമെല്ലാം. പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. പിന്നെ കുട്ടികളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവർ കിട്ടിയത്. ഞങ്ങൾ വരും സപ്പോർട്ടായി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന ആൾ പഠിച്ച് അതെ ഈ വിജയം കണ്ടെത്തിയതുള്ളൂ. വളരെയധികം പ്രശംസനീയമായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിരിക്കും. തുടർന്നുള്ള വർഷങ്ങളിലും ഇതിനെക്കാട്ടി ഭംഗിയായിട്ട് ഇത് നടത്താൻ മീഡിയ വണ്ണിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
മീഡിയ വൺ നടത്തിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് കുട്ടികൾക്കും പാരൻസിനും എല്ലാം വളരെയധികം എൻകറേജിങ് ആണ്. എൻ്റെ മകനിവിടെ ഇല്ല ഇപ്പോഴും, പക്ഷേ എന്നാലും നമ്മൾ ആസ് എ പാരൻറ്റ് ഇങ്ങനെ വന്നിട്ട് ഓൺ ബിഹാഫ് ഓഫ് എൻ്റെ ഒരു മകന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പുരസ്കാരവേദി സ്കൂളിലെ ചങ്ക് ബ്രോസിന്റെ റീയൂണിയൻ കൂടിയായി മാറി. ആരവങ്ങൾക്കിടെ അവരുടെ സ്നേഹവർത്തമാനങ്ങൾ. ബഹളങ്ങൾ ഒഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് മുറി പുനർജനിച്ചു. പിന്നെ പാട്ടായി, ചിരിയായി. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള സമയമായി. ഓർത്തുവെക്കാനുള്ള നിമിഷത്തിനായുള്ള ഒരുക്കങ്ങൾ. ഒടുവിലവർ ഒന്നിച്ചു വിളിച്ചു. മീഡിയ വൺ മബ്രൂക്ക്.